ഭക്തജനസഹസ്രങ്ങൾക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് മായന്നൂരിലെ ഒരു കുടുംബക്ഷേത്രം പ്രസിദ്ധമാകുന്നു. തൃശൂർ ഒറ്റപ്പാലം റൂട്ടിൽ മായന്നൂരിനടുത്ത് സൗത്ത് കൊണ്ടാഴിയിലുള്ള കളത്തിൽക്കുഴിയിൽ ശ്രീ വനദുർഗ ഭദ്രകാളി ക്ഷേത്രമാണ് അത്ഭുതാനുഭവങ്ങൾ കൊണ്ട് ആയിരങ്ങളെ ആകർഷിക്കുന്നത്. വനദുർഗയും ഭദ്രകാളിയും മുഖ്യ പ്രതിഷ്ഠയായുള്ള ഈ കുടുംബക്ഷേത്രത്തിൽ ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭൈരവൻ, ദക്ഷിണാമൂർത്തി എന്നിവർ ഉപദേവതകളായും സാങ്കല്പികമായി നവഗ്രഹങ്ങളും അഷ്ടദിക്പാലകരുമായി ആരാധിച്ചു വരുന്നു. സൗത്ത് കൊണ്ടാഴിയിൽ 10 സെന്റിൽ സർവ്വ ഐശ്വര്യ വിഭൂഷിതയായി വിരാജിക്കുന്ന ഈ ക്ഷേത്രത്തിൽ തികച്ചും സാത്വികമായ പൂജാതികർമ്മങ്ങളാണ് നടത്തിവരുന്നത്. അപൂർവമായി മാത്രം നടന്നുവരുന്ന നാഗകന്യകയ്ക്കുള്ള കളംതൊള്ളലും ഇവിടെ ഉണ്ടാകാറുണ്ട്. കളത്തിൽക്കുഴിയിൽ കുടുംബത്തിൻ്റെ പരദേവതയായി 3 നൂറ്റാണ്ടിലധികമായി പരമ്പരാഗതമായി ആരാധിച്ചു വന്നിരുന്ന വനദുർഗയ്ക്കും ഭദ്രകാളിക്കും ഒരു വ്യാഴവട്ടക്കാലമായി ക്ഷേത്രം നിർമ്മിച്ച് എല്ലാ ഇംഗ്ലീഷ് മാസത്തെയും ആദ്യ ഞായറാഴ്ച മുടങ്ങാതെ പൂജകൾ നടത്തുന്നു. കുടുംബാംഗങ്ങൾ മാത്രമല്ല, അനുദിനം ഭക്തജനങ്ങൾ വർദ്ധിച്ചു വരുന്ന അനുഭവമായതോടെ അത്ഭുതങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും നിരവധിയായി. പുഷ്പാഞ്ജലി, ജ്യോതിഷം, ഹസ്തരേഖാശാസ്ത്രം, ജാതകം, സുദർശനം, അഘോരം തുടങ്ങിയ ഹോമങ്ങൾ, പൂജകൾ, വാസ്തുസംബന്ധമായ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്നിവയെല്ലാം തികച്ചും സൗജന്യമായാണ് ഈ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ കാർമ്മികനായ ഗിരീഷ് സ്വാമികൾ നടത്തിവരുന്നത്. നിർബന്ധമായി ആരെങ്കിലും ദക്ഷിണ കൊടുത്താൽ അത് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുമെന്നും ഗിരീഷ് സ്വാമി പറഞ്ഞു. நான் கோயம்புத்தூர்லேருந்து வரேன். என் பேர் வள்ளியம்மை. நான் இந்த கோயிலுக்கு வந்து 10 வருஷம் ஆச்சு. ரொம்ப பிரச்சனையில் தான் கோயிலுக்கு வந்தேன். இப்போ மன நிம்மதியாக இருக்குது. என்னுடைய பிரச்சனைகளும் கொஞ்சம் கொஞ்சமாக சால்வ் ஆகிருக்கு. அதே மாதிரி பிரச்சனைன்னு சொல்லி வந்தவங்க நிறைய பேர் கேட்டிருக்காங்க என்கிட்ட. இங்கே நான் அவங்கள கூட்டிகிட்டு வந்திருக்கேன். அது மூலமாகவும் அவங்களுக்கும் பிரச்சனைகள்லாம் தீர்ந்துருக்கு. அம்மனை நம்பி வந்தால் யாரையும் கண்டிப்பாக கைவிட மாட்டாங்க. ரொம்ப சக்தி வாய்ந்த அம்மன். நல்லபடியாக நம்பி கும்பிட்டோம்னா നമുക്ക് നല്ലതേ നടക്കും. ഇവിടെ നാട്ടിലും അതിവിദൂരങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. അസാധ്യമെന്ന് കരുതിയ പല ജീവിത പ്രശ്നങ്ങളും ഇവിടെ ദർശനം നടത്തി സ്വാമികൾ നിർദ്ദേശിച്ച പൂജകൾ നടത്തിക്കഴിഞ്ഞ് പരിഹരിക്കപ്പെട്ട അനുഭവസ്ഥർ നിരവധിയാണ്. இந்த கோயிலில் 10 வருஷமே எங்களுக்கு தெரியும். 10 வருஷமாக நாங்கள் வந்துட்டுருக்கோம். எங்கள் வாழ்க்கையில் நிறைய மாற்றங்கள் நடந்திருக்கு. இந்த அம்மனை நினச்சாலே மனசுக்கு ரொம்ப நிம்மதியாகவும் சந்தோஷமாகவும் இருக்கும். இங்கே வந்துட்டு போனாலே எங்களுக்கு மிகப்பெரிய மாற்றம் எங்கள் வாழ்க்கையில் நடக்கிறத நாங்கள் உணர்கிறோம். ரொம்ப சந்தோஷமாக இருக்குது. இன்றைக்கி வந்து இங்கே நாகர் பூஜை நடக்குது. ஒரு வருஷமாக இங்கே நடக்கும். இது ரொம்ப சிறப்பாக நடக்கும். இங்கே வந்துட்டு போகிறவங்க எல்லாருடைய வாழ்க்கையிலே நிச்சயமாக மிகப்பெரிய மாறுதல் ஏற்படுது. எங்கள் வாழ்க்கையில் ஏற்பட்டிருக்கு. இந்த கோயிலுக்கு யாரெல்லாம் கஷ்டத்தோடு வராங்களோ அவங்களாம் மனநிறைவோடு தான் வீட்டுக்கு போவாங்க. போய் எல்லாருமே சொல்லுவாங்க, எங்களுக்கு கண்டிப்பாக நாங்கள் என்ன கேட்டு வந்தோமோ அதை அந்த அம்மன் எங்களுக்கு நிறைவேற்றி வச்சுட்டாங்க அப்படின்னு சொல்லி நினைக்கும் போதே ரொம்ப நெகிழ்ச்சியாகவும் சந்தோஷமாகவும் இருக்கும். கண்டிப்பாக இந்த கோயிலுக்கு எல்லோரும் வாங்க, வந்து இந்த அம்மனை தரிசித்து நீங்கள் வீட்டுக்கு போங்க. கண்டிப்பாக உங்கள் வாழ்க்கையில் நல்லது നടക്കും. സന്താനഭാഗ്യം, തൊഴിൽ ലബ്ധി, വിവാഹം തുടങ്ങിയവ ഈ ക്ഷേത്രത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട് ലഭ്യമായവരും കേട്ടറിഞ്ഞവരുമായി ഓരോ മാസപൂജയ്ക്കും നൂറുകണക്കിന് ഭക്തന്മാർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. വണക്കം, என்னோட பேர் சிவகுமார். நான் கோயம்புத்தூர் ஏர்போர்ட் ஆஃபீஸில் ஒர்க் பண்ணியிருக்கேன். நான் கல்யாணத்து 20 வருஷமாக குழந்தை இல்லாமல் இருந்தது. சார் வந்து பூஜை பண்ணி இந்த கோயில் வந்த பிறகு நமக்கு கிடைச்சது அம்மனோட அருள் தாங்க. இந்த கோயில் வந்த பிறகு நமக்கு கிடைச்சது கிஃப்ட் எல்லாமே സാർ നമുക്ക് ഈശ്വർ പൂജ പണി കൊടുത്ത് സെറ്റ്. ഈ ഭക്തജനങ്ങൾക്കെല്ലാം പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം എല്ലാം സൗജന്യമായി വിതരണം ചെയ്യുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തന്മാർ കൊണ്ടുവരുന്ന നാളികേരങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ ഉടച്ച് ലക്ഷണപ്രകാരം ഗിരീഷ് സ്വാമികൾ അവരുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ച് പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തന്മാരെ സ്വന്തം കുടുംബാംഗങ്ങൾ എന്ന പോലെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണവും കൊടുത്ത് യാത്രയാക്കുന്ന ഈ ക്ഷേത്രം മാനസികമായും ശാരീരികമായും സംതൃപ്തിയും അഭയവുമേകുന്ന ഒരു ദൈവീക സ്ഥാനമാണ്.